Ladies and gentlemen, this is Adarsh and welcome to my Gonadi. ബിരിയാണി തിന്നണ ബിരിയാണി അല്ല, കാർത്തിയുടെ 2013 ഇറങ്ങിയ ബിരിയാണി അല്ല, അതിനേക്കാളും പല മടങ്ങ് ഫാൻസ് ഉള്ള പടമാണ് 2019 ഇറങ്ങിയ കനിച്ചേച്ചിയുടെ ബിരിയാണി. ആ സിനിമയുടെ ഡയറക്ടറിന്റെ അടുത്ത പടം ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നായികയായിട്ട് വൺ ആൻഡ് ഓൺലി അഭിനയ കുലപതി റിമച്ചേച്ചി, എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന റിമച്ചേച്ചി. ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ കല്യാണി പ്രിയദർശൻ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, അരുൺ ഡൊമിനിക്, ആ ലോക ടീം തന്നെ ദുഷ്ടന്മാരാണ്. ഈ ലോക സിനിമ ഇത്ര കോടാനുകോടി കളക്ഷൻ കിട്ടിയതിന് കാരണം എന്താണ്? സിനിമ നല്ലതായോണ്ടല്ല, ആൾക്കാർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടോണ്ടും അല്ല, റിമച്ചേച്ചി സ്പേസ് ഉണ്ടാക്കി കൊടുത്തോണ്ടാണ്. ആ റിമച്ചേച്ചിയുടെ ഒരു പടം ഈ ഇടയ്ക്ക് തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓഡിറ്റോറിയം തിയേറ്റർ. ആ പടത്തിന് ഇവര് പ്രൊമോട്ട് ചെയ്യണ്ടേ, 400 കോടി അടുപ്പിക്കണ്ടേ? ഇതിപ്പോ എത്ര കിട്ടിയത്? 10, 15, 20? അയ്യേ. ആ സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. തിയേറ്ററിൽ മിസ്സായവരൊക്കെ ഈ കിഡിലോസ്കി 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്തായാലും കാണണം. അഭിനയ കുലപതിയായ റിമച്ചേച്ചിയോട് നമ്മൾ കുറച്ചെങ്കിലും റെസ്പെക്ട് കാണിക്കണം. കാരണം ആ ചേച്ചി ഈ ലോകത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ മറ്റേ ഭാരത് സ്പേസ് സ്റ്റേഷൻ എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി ഭാരത് സ്പേസ് സ്റ്റേഷൻ 2035 ചേച്ചിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം T20 വേൾഡ് കപ്പ് ജയിച്ചു. ആരാലേ? മൈക്കിൾ ആലയാ? റായപ്പൻ ആലയാ? റിമച്ചേച്ചി. പിന്നെ RCBയുടെ വുമൻസ് ടീം WPL ഈ ഇടയ്ക്ക് ജയിച്ചു. ആര് കാരണം? റിമച്ചേച്ചി. സൂര്യൻ ഉദിക്കണു രാവിലെ, ആര് കാരണം? റിമച്ചേച്ചി. ആ റിമച്ചേച്ചിയുടെ പടം നമ്മൾ കാണാതിരിക്കരുത്. ഇത് മറ്റേ ടൈപ്പ് പടമാണ്. മറ്റേ ടൈപ്പ് പടം പറഞ്ഞാൽ അതല്ല, ആർട്ട്. ദിസ് സിനിമ ഈസ് എൻ ആർട്ട്. എനിക്ക് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ 2 ആർട്ട് വെച്ച് കൊടുക്കാനാണ് തോന്നിയത്. അയ്യേ. സി, എനിക്ക് ഈ സിനിമയുടെ ഇനീഷ്യൽ പോർഷൻസ് ഒക്കെ പേഴ്സണലി ഇഷ്ടമായി. റിമാക്ക് അല്ലെങ്കിൽ ഒരിക്കലും ഒരു മോശം നടിയല്ല. നമ്മൾ പല സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. 22 ഫീമെയിൽ കോട്ടയം. പിന്നെ മറ്റേ ദിലീപ് ഏട്ടനായിട്ടൊരു പടമുണ്ട്, 7 സുന്ദര രാത്രികളാണ്, അങ്ങനെ എന്തോ പേര്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ പലതവണ ഇരുന്ന് കാണുന്ന ഒരു പടമാണ്. ഇപ്പൊ റിമാക്ക് അല്ലെങ്കിൽ ഒരിക്കലും ഒരു മോശം ആക്ടർ അല്ല. പക്ഷെ വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദിസ് ഫിലിം? ഈ സിനിമയുടെ പർപ്പസ് എന്താണ്? യൂഷ്വലി ഒരു സിനിമ വരുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിരിക്കും, എന്തെങ്കിലും പൊളിറ്റിക്കൽ മെസ്സേജസ് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യാനായിരിക്കും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് തിയേറ്റർ? അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ സിനിമയുടെ ഇനീഷ്യൽ പോർഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സർപ്പക്കാവ്, മുത്തശ്ശിക്കഥ, ഒറ്റപ്പെട്ട ഒരു ഐലൻഡ്, അവിടെ 2 പേര് മാത്രം താമസിക്കുന്നു, കുറച്ച് പട്ടികള്, എവറിത്തിങ് വാസ് നൈസ്. ഇതിൽ റിമാക്ക് അല്ലിങ്ങളുടെ ക്യാരക്ടർ പറയുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്ന സാറ് അബ്യൂസ് ചെയ്ത ഒരു കൊച്ചിന്റെ ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു ട്രോമ ആളുടെ ഒപ്പം ഉണ്ട്. ആള് നാട്ടുകാരെ കണ്ടാലൊന്നും സംസാരിക്കില്ല, വളരെ പരിചയമുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുള്ളൂ. പക്ഷെ രാത്രി ഈ പരിചയമില്ലാത്ത ആൾക്കാരൊപ്പം പോയിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഒക്കെ നടത്തും. അതെന്തോ അത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഈ ആർട്ടിസ്റ്റിക് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ 2 പേര് പരസ്പരം സംസാരിച്ചിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഡ്രസ്സ് മാറ്റലും പരിപാടിയൊക്കെ ഉണ്ട്. ഈ ഡ്രസ്സ് മാറി വന്ന് സംസാരിച്ച ലോകം ഇടിഞ്ഞു വീഴും അല്ല? എനിക്ക് അറിയാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സീൻസ് വെച്ചാൽ ഈ പടം കാണുള്ളൂ അല്ലെങ്കിൽ അവാർഡ് കിട്ടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ബേസിക് ക്രൈറ്റീരിയ ഉണ്ടോ? ഐ ഡോണ്ട് റിയലി നോ. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഇതിൽ റിമാക്ക് അല്ലെങ്കിൽ കുളിക്കുന്നത് ഒരു 5 വട്ടം കാണിക്കുന്നത് എന്തിന്? റിമാക്ക് അല്ലെങ്കിൽ കുളിച്ചു നമ്മളെ ബോധിപ്പിക്കണോ? നാട്ടുകാരെ ബോധിപ്പിക്കണോ റിമാക്ക് അല്ലെങ്കിൽ ഡെയിലി 3 നേരം കുളിക്കേണ്ടതെന്നൊക്കെ? അങ്ങനത്തെ സീൻസിന്റെ നെസസിറ്റി എന്താണ് അല്ലെങ്കിൽ നീഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഔട്ട് ആൻഡ് ഔട്ട് റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുക്കാൻ നോക്കണെന്ന് വെച്ചാൽ വേറെ പലതും റിയലിസ്റ്റിക് ആയി എടുക്കേണ്ടി വരും. ഇതിപ്പോ ഏതൊരു ഇന്റർവ്യൂർ ഇങ്ങനെ ഇരുന്ന് കക്ക പറഞ്ഞ് ചിരിക്കണ്ടായിരുന്നു ഈ സീനിനെ പറ്റിയിട്ടൊക്കെ. ഈ സീൻ ഒരു തവണ ഇപ്പൊ ആ ഒരു സീൻ നെസസറിയാണ്, കാണിച്ചു. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കേണ്ട ആവശ്യം എനിക്ക് എന്തിനാണ് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ലോഡ് സീൻ ഈ സിനിമയിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ മിത്തോളജിക്കൽ എലിമെന്റ്സ് ആയിട്ടുള്ള കണക്ഷൻ ഒക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ലോകത്തുള്ള സകലമാന ജോണേഴ്സും ഇതിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, ഗാന്ധിജിയെ പാമ്പ് കടിച്ചപ്പോ ഈ മറ്റേ റിമാക്ക് അല്ലിങ്ങളുടെ ക്യാരക്ടറിനെ മുത്തച്ഛനാണ് രക്ഷിച്ചത്. ആണ്ടിലെ അമാവാസിക്കും ഒരുവിധം എല്ലാ ദിവസവും മോഹൻലാലിനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അമ്മ സംഘടനയിൽ ടാപ്പ് വർക്ക് ചെയ്തില്ലെങ്കിലും അത് മോഹൻലാലിന്റെ തലയിലാണ്. എന്നാൽ ഈ സിനിമയിൽ റിമാക്ക് അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന വീഡിയോ വൈറലാക്കിയത് മോഹൻലാലാണ്. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇല്ലെങ്കിൽ ആ വീഡിയോ വൈറലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മോഹൻലാൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് കുറ്റം പറയാനും അങ്ങേര് വേണം അല്ലേ? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. സോ റിമാക്ക് അല്ലെങ്കിൽ ഇതിൽ തെങ്ങ് കയറുന്ന ഒരു സീൻ ഉണ്ട്. ദാറ്റ് വാസ് ആക്ച്വലി നൈസ്. അത് നൈസായിരുന്നു.
പിന്നെ ആളുടെ പെർഫോമൻസ് വൈസ് എടുത്തു പറയാൻ ഈ സിനിമയിൽ ആൾ കേറുന്നേരും ചൊറിച്ചില് മാത്രമേ ഉള്ളൂ. ഈ ചൊറിച്ചിലിന്റെ ബേസിസിലൊക്കെ ഒരാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ ഡെർമറ്റോളജിസ്റ്റും ആളൊന്നും അല്ല. സോ ഇതിന് അവാർഡൊക്കെ കിട്ടിയിട്ട് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഇനിയിപ്പോ വല്ല ഡെർമറ്റോളജിസ്റ്റ് പാനൽ ഉണ്ടാവും, ഐ ഡോണ്ട് റിയലി നോ. എനിക്ക് വർക്കാവാത്ത സിനിമയാണ്, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാ പറഞ്ഞ. സ്റ്റിൽ ദർ വിൽ ബി പീപ്പിൾ ഇങ്ങനത്തെ ആർട്ടിസ്റ്റിക് ഫിലിംസ് ഒക്കെ തെരഞ്ഞിരുന്ന് ഈ കുളിക്കുമ്പോൾ ഉള്ള വെള്ളത്തിലെ pH ലെവല് കാണിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നത്, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെകഞ്ഞിരുന്ന് കണ്ടുപിടിക്കുന്ന ബുദ്ധിജീവികൾ. മേ ബി അവരുടെ കപ്പ് ഓഫ് ടീ ആയിരിക്കും. ടു മീ ദിസ് ഈസ് എ വെരി ബോറിംഗ് ഫിലിം. ആ ആദ്യത്തെ മിത്തോളജിക്കൽ എലമെന്റ്സ് മുത്തശ്ശി കഥയൊക്കെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഈവൻ ബിരിയാണി സിനിമയുടെ ഡയറക്ടറുടെ പടമാണ്. ആ ബിരിയാണി സിനിമയിൽ അവസാനത്തെ ആ സീൻ എന്തിനാണ് പോലും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതേപോലെ ഇതിൽ 1-2 അനാവശ്യ സീൻസ് ഉണ്ട്. ആൻഡ് ദിസ് മൂവി ഇറ്റ്സെൽഫ് ഈസ് എൻ അനാവശ്യം പേഴ്സണലി ടു മീ.